യഥാർത്ഥത്തിൽ കലാഭവൻ സരികയ്ക്ക് എവിടെയാണ് പിഴച്ചത്? അതായത് 20 ദിവസം ആ വീട്ടിൽ പിടിച്ചു നിന്ന് ഇന്നലെ ബിഗ് ബോസ് വീട്ടിലോട് വിട പറഞ്ഞ കലാഭവൻ സരികയുടെ ബിഗ് ബോസ് യാത്രയിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ബിഗ് ബോസിൽ വന്നിട്ട് ആദ്യത്തെ ഒരാഴ്ച പുള്ളിക്കാരി കിച്ചണിലായിരുന്നു. പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നുമില്ല. കുക്ക് ചെയ്യുക, എല്ലാവർക്കും സെർവ് ചെയ്യുക, അതായിരുന്നു പരിപാടി. ആ ആഴ്ച നോമിനേഷൻ വരാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആക്റ്റീവ് ആവേണ്ട കാര്യമില്ലെന്ന് പുള്ളിക്കാരി വിചാരിച്ചു. അങ്ങനെ കിച്ചണിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ആഴ്ച ആയപ്പോൾ, രണ്ടാമത്തെ ആഴ്ച ആയപ്പോൾ ഇവരെല്ലാവരുടെ കൂടി പിടിച്ച് മിഡ് വീക്ക് സസ്പെൻഷൻ എടുത്തിട്ടു. അപ്പോൾ ഈ മിഡ് വീക്ക് സസ്പെൻഷനിലോട്ട് ഇട്ട 6 പേരിൽ ഒരാളായിരുന്നു നമ്മുടെ സരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആഴ്ചയും നമ്മുടെ കലാഭവൻ സരിക നോമിനേഷനിൽ നിന്ന് മുക്തി നേടി. അങ്ങനെ 6 പേർക്ക് ഈ സരികയ്ക്ക് വേണ്ടി മറ്റുള്ളവർ ഗെയിം കളിച്ച് സരിക ഒരു പരിധി വരെ സേഫായി. ഷാരികയും സാബുവാണ് അന്ന് മിഡ് വീക്ക് സസ്പെൻഷനായിട്ട് വീട്ടിൽ നിന്ന് പുറത്തായത്. അതിനുശേഷം മൂന്നാമത്തെ ആഴ്ച ഈ പറയുന്ന നോമിനേഷനിൽ വന്നപ്പോൾ സരികയ്ക്ക് എന്തെങ്കിലും കാണിച്ച് ആക്റ്റീവ് ആവണം എന്നുള്ള ഒരു രീതിയായിരുന്നു. അതനുസരിച്ച് ഹോട്ട് സീറ്റിൽ പോയി അങ്ങോട്ട് ചോദിച്ചു പോയിരിക്കുന്നു. ഹോട്ട് സീറ്റിൽ പോയി ഇരുന്നതിന് ശേഷം ഷാരിക എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് അവിടെ ഒരു ഡ്രാമ കളിക്കുന്നു. ഒരുപാട് നേരം അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. അത് പറഞ്ഞ് 6 മണിക്കൂർ ശേഷമാണ് പിന്നീട് ഷാരിക പറഞ്ഞതിനെപ്പറ്റി ആലോചിച്ച് തിരിച്ചു വന്ന് പ്രതികരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിച്ച് ആക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പിന്നെ രേണു സുധി ഇടയ്ക്ക് കളിയാക്കാറുണ്ട്. അതേപോലെ അപ്പാനും ശരത്തിൻ്റെയും അക്ബറിൻ്റെയും കൂടെ ഇരുന്ന് മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയാറുണ്ട്. ഇതൊക്കെയാണ് കലാഭവൻ സരിക കഴിഞ്ഞ 20 ദിവസമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കണ്ട പ്രേക്ഷകർക്ക് സരികയുടെ ഈ ഗെയിം ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വന്നപ്പോഴാണ് സരിക ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് പുറത്തായത്. ഒരു പക്ഷേ ഒന്നാമത്തെ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ എവിക്ഷനിൽ വന്നിരുന്നുവെങ്കിൽ ആ സമയത്തെ പോകേണ്ട ഒരാളായിരുന്നു സരിക എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും 2 ആഴ്ച നോമിനേഷൻ വരാത്തതുകൊണ്ട് ആദ്യമായി നോമിനേഷനിൽ വന്ന മൂന്നാമത്തെ ആഴ്ച തന്നെ സരിക ഈ ബിഗ് ബോസ് വീട്ടിലോട് വിട പറഞ്ഞിരിക്കുകയാണ്. അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികൾക്കും സരിക പോകുമെന്ന് അറിയാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം റെന ഫാത്തിമയും അപ്പാനും ശരത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി അടുത്ത ആഴ്ച പോകുമെന്നൊക്കെ. തമാശയ്ക്കാണ് പറയുന്നതെങ്കിലും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കലാഭവൻ സരികയുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിൽ ഓർക്കേണ്ട മെമ്മറികളെല്ലാം വളരെ കുറവാണെങ്കിൽ പോലും അവരുണ്ടായ നിമിഷങ്ങൾ ആ ബിഗ് ബോസ് വീട്ടിൽ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഫേക്ക് അല്ലാതെ സ്വന്തം വ്യക്തിത്വം വെച്ച് നിന്ന് കളിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.